ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ സഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ പെന്തക്കോസ്ത് തിരുനാളിൽ അതിനെ വലിയൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാൻ ഒരവസരമാണ്. അപ്പന്റെ കഴുതയെ നഷ്ടപ്പെടുന്ന യുവാവ് കഴുതയെ അന്വേഷിച്ചിറങ്ങുന്നു. പിന്നീട് രാജാവായി തിരിച്ചു ചെല്ലുന്ന ഒരു കഥയുണ്ട് 1 സാമുവേൽ 9-ാം അധ്യായത്തിൽ. ഏത്? ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ സാവൂളിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. സാവൂൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ചില നഷ്ടങ്ങൾ വലിയ പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കാനായിട്ട് ദൈവം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന അവസരങ്ങളായിരിക്കാം. അതുകൊണ്ട് ഇന്ന് പെന്തക്കോസ്തേക്ക് നമ്മൾ ഒരുങ്ങി തുടങ്ങുമ്പോൾ ഈ നഷ്ടങ്ങളെ നേട്ടമാക്കി മാറ്റാനുള്ള പ്രാർത്ഥനയാക്കണം. സാവൂൾ എന്താ ചെയ്തത്? സാവൂള് മാനുഷികമായ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കേൾക്കുകയാണ്, ഒരു ദൈവ പുരുഷൻ അവിടെ ഉണ്ട്, ദൈവം സ്ഥാപിച്ച ഒരു സംവിധാനമുണ്ട്, ഒരു വ്യക്തിയുണ്ട്, ദൈവത്തിന്റെ വരത്തെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് കണ്ട് അവന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. മടുത്തില്ലേടോ? ചില നഷ്ടങ്ങളും നികത്താൻ ഓടി 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 മടുത്തില്ലേ? ഇനി നമുക്ക് മാനുഷികമായ ആ സെർച്ചുകൾക്ക് ഒരു ബ്രേക്കോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ദൈവിക സംവിധാനങ്ങളൊന്ന് ആശ്രയിച്ച് ഇവിടെ പള്ളിയുണ്ട്, വൈദികരുണ്ട്, പ്രാർത്ഥനയുണ്ട്. നഷ്ടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം സ്വീകരിക്കുന്ന ദിനമായി ഇന്നത്തെ ദിവസം മാറട്ടെ. ഓർക്കുക, നഷ്ടമുണ്ടോ? ദൈവം അതിനോട് അനുബന്ധിച്ച് വലിയൊരു കൃപ, പുതിയ പുത്തൻ പരിശുദ്ധാത്മാഭിഷേകം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, നഷ്ടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.